1 സെന്റിമീറ്ററിന്റെ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ലേ? അതിനാണോ ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നത്? അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഈ ലിംക 3 പ്രാവശ്യം തുടർച്ചയായി കിട്ടിയൊരു വ്യക്തിയാണ്, ഹാട്രിക്കാണ്. ഈ 1 സെൻറ്റിമീറ്ററിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ലിംകയിൽ എനിക്ക് കിട്ടിയത് വേൾഡ് സ്മോളസ്റ്റ് പോയട്രി ബുക്ക് എന്നുള്ള കാറ്റഗറിയിലാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് 2012 ഇറക്കുന്നത്. ഇതിലെ എൻ്റെ കവിതകൾ 66 ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൽ 9 ഇന്ത്യൻ ലാംഗ്വേജസും, ഇപ്പോൾ അതിൽ സംസ്കൃതം, തമിഴ്, തെലുങ്ക്, കന്നഡ ഒക്കെ വരുന്നുണ്ട്, മലയാളത്തിൽ 57 ഫോറിൻ ലാംഗ്വേജസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പുസ്തകം. ഇതിൽ ഹിബ്രു ഒക്കെ വരുന്നുണ്ട്, ഫസ്റ്റ് ഹിബ്രുവിലുള്ള ഒരു കവിതയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പരീക്ഷണമാണ്, പക്ഷെ ഇതൊക്കെ വായിക്കാൻ കഴിയും കേട്ടോ. ഈ പുസ്തകം ലോകത്തിലെ വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കവിതാ സമാഹാരം എന്നുള്ള രീതിയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് മാത്രമല്ല, അമേരിക്കയുടെ റെക്കോർഡ് സെറ്റർ, ബ്രിട്ടൻ്റെ റെക്കോർഡ് ഹോൾഡേഴ്സ് റിപ്പബ്ലിക്, അങ്ങനെ ഏകദേശം ഒരു ഡസനോളം റെക്കോർഡ് കിട്ടി. പിന്നെ ഞാൻ അതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. ഇതൊരു വലിയ സത്യത്തിൽ ഞാനിത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി ചെയ്തൊരു വർക്കാണ്. കാരണം ലിംക 2014 കിട്ടിയപ്പോൾ ആളുകൾ നിരന്തരം ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ലോകത്തിലെ വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പുസ്തകം ഉണ്ടാക്കുക എന്നുള്ള ഒരു തോട്ട്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞൊരു A4 ഷീറ്റ് കൊണ്ട് 68 പേജുള്ള 10 പുസ്തകം, അതായത് ഒരു A4 ഷീറ്റിന് 650 പേജായിട്ടാണ് ചെയ്തത്. ഇതിന് വലിയ അംഗീകാരം കിട്ടി, ലോകത്തുനിന്ന് ഇത്ര റെക്കോർഡുകൾ കിട്ടി. പക്ഷേ ഗിന്നസിന് അപ്ലൈ ചെയ്തപ്പോൾ ഗിന്നസുകാർ എന്നോട് പറഞ്ഞു, ഇതിനേക്കാൾ ചെറിയ പുസ്തകം ഉണ്ട്. അപ്പോൾ എത്രയാണെന്നുള്ള ഇതിലെനിക്ക് കിട്ടിയ 1 മില്ലിമീറ്ററിൻ്റെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞത്. 1 മില്ലിമീറ്ററിൻ്റെ പുസ്തകം പറഞ്ഞത് 10 മില്ലിമീറ്ററാണ് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രയും ഒരു കടുകുമണിയുടെ ഒക്കെ അത്ര പോകുന്ന പുസ്തകം. അപ്പോൾ പക്ഷെ ആ പുസ്തകം വായിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ അവർക്ക് അത് വായിക്കാൻ കഴിയേണ്ട എന്നുള്ളതില്ല. അവരുടെ കാറ്റഗറി ബേസ്ഡ് അങ്ങനെ വരുന്നത്. അപ്പോഴാണ് പിന്നെ എനിക്ക് ഗിന്നസ് എല്ലാ ആളുകളും ഇത് ചോദിക്കാനും പിന്നെ എനിക്കും ഗിന്നസ് കിട്ടണം എന്നുള്ള ലോകത്തിലൊരു വലിയ അച്ചീവ്മെൻ്റ് അല്ല അത്. അങ്ങനെയാണ് ഞാൻ അസർബൈജാൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോവുകയും നിരന്തരമായ എൻ്റെ പരിശ്രമം, ആ പരിശ്രമത്തിൽ എനിക്ക് ഫാരിസും ഫാദൊക്കെ തന്നെയാണ്. അവരുടെ ആ ഒരു പവർ എന്ന് പറയുന്ന ഒരു പ്രസ് ഉള്ളത് കൊണ്ടാണ്, അവരുടെ ചങ്ങരവളത്തെയും 2 പ്രസ്സുകൾ വെച്ചിട്ടാണ് എനിക്ക് ഇത്രയും പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. അതൊരു സത്യത്തിൽ എനിക്ക് ഇതിന് ഗിന്നസ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോകുമായിരുന്നില്ല. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അന്ന് 10 വർഷം മുമ്പാണല്ലോ, ഒന്നുകൂടി ചെറുപ്പമല്ലേ, ആ ഒരു ഇതിൽ എനിക്കത് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. താങ്കളിപ്പോൾ വേൾഡിൽ ഗോഡ് ഓഫ് സ്മോൾ ബുക്സ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അതെന്താ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്? അതായത് ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനെ മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ട് മാനുവലായി മേക്ക് ചെയ്ത് സൗജന്യമായി കൊടുക്കുന്നില്ല. കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ആളുണ്ട്, ഫിൽ ചെയ്യാൻ ഞാൻ മാത്രമുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഒരു 10-18 വർഷമായിട്ട് നമ്മളത് ഏറ്റെടുത്തു. പിന്നെ ഗോഡ് ഓഫ് സ്മോൾ ബുക്സ് എന്നുള്ള വിശേഷണം കിട്ടിയത് എനിക്ക് ഈ പുസ്തകം, ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴാണ്. ഇത് 2024 ഈ പുസ്തകം ചെയ്യുന്നത്. അതായത് 2012 ഞാനൊരു A4 ഷീറ്റിനെ 650 പേജാക്കിയപ്പോൾ എനിക്കൊരു മോഹം ഉണ്ടായി, ഒരു A4 ഷീറ്റ് കൊണ്ട് 25 പുസ്തകം, അങ്ങനെ ഒരു A4 ഷീറ്റിനെ 1000 പേജാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷേ 1 സെൻറ്റിമീറ്ററിൻ്റെ പുസ്തകം ചെയ്ത ഒരാൾ പിന്നെ ചെയ്യുമ്പോൾ മിനിമം ഒരു 1/2 സെൻറ്റിമീറ്ററെങ്കിലും വേണം. പക്ഷെ അതിലേക്കൊരു കഥ വേണം. ആ കഥ കിട്ടാൻ എനിക്ക് ഏകദേശം 12 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞാൻ ഒരു കഥ എഴുതി. ഞാനൊരു കടലായിരുന്നു ഉപ്പ്, നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഉപ്പ്, അതിന് നമുക്ക് പറയാലോ, ഉപ്പിന് പറയാലോ ഞാനൊരു കടലായിരുന്നു എന്നുള്ളത്. ആന്തരികമായിട്ട് ഒരുപാട് അർത്ഥ തലങ്ങളുള്ളൊരു കഥയാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സോൾട്ട്, ഐ വാസ് എ സീ സോൾട്ട്, അതായത് ടൈറ്റിൽ അടക്കം 12 അക്ഷരം. ലോകത്തിലെ ഏറ്റവും ചെറിയ കഥ. പക്ഷേ ഈ കഥ എത്ര വേണമെങ്കിലും വലുതാക്കാം, ഒരുപാട് ജീവിതത്തിലേക്കും ഇങ്ങോട്ട് വേണ്ടി വ്യാപിക്കാം. അങ്ങനെ ഈ കഥ ഞാൻ 70 ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു പുസ്തകം ഉണ്ടാക്കുന്നു. ഈ പുസ്തകം ഉണ്ടാക്കിയപ്പോൾ ഒരു A4 ഷീറ്റ് കൊണ്ട് 25 പുസ്തകം എന്നുള്ള കൺസെപ്റ്റൊക്കെ മാറി എനിക്ക് 51 പുസ്തകം ഉണ്ടാകും. അതായത് ഒരു A4 ഷീറ്റിന് 3672 പേജാക്കി, അതായത് 72 ടൈറ്റ് കവറടക്കം 72 പേജുള്ളത്, 3672 പേജാക്കിയിട്ട് 51 പുസ്തകം ചെയ്തു.
അങ്ങനെ ഇതിങ്ങനെ ഈ പേജുകളോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാലാണ് ഇത് പുസ്തകമാവുള്ളൂ. ഇത് വായിക്കാനൊക്കെ പറ്റും കേട്ടോ, നഗ്നേത്രം കൊണ്ട് വായിക്കാൻ പറ്റും. ഞാൻ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇത് ഞാൻ കൊടുത്ത് കുട്ടികളോട് വായിപ്പിക്കാറുണ്ട്, ആർക്കും കൊണ്ട് വായിക്കാം. പക്ഷേ ഈ പുസ്തകമാക്കാൻ എൻ്റെ കൈയാണെങ്കിൽ പറ്റുന്നില്ല. ഫാരിസ് ഉണ്ട്, ഫാരിസ് തന്നെ മേക്ക് ചെയ്തേക്കുന്നത്, പിന്നെ ഫഹദ് ഉണ്ട്, പക്ഷെ ആർക്കും ഇത് പറ്റുന്നില്ല. ആ സമയത്ത് ഞങ്ങളിങ്ങനെ കിടന്ന് കുന്നോളത്ത് ഇങ്ങനെ കിടന്ന് ആ പ്രസ്സിൽ കിടന്ന് ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഫഹദിൻ്റെ വൈഫ് എന്ത് ചെയ്തു, അതൊക്കെ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞു. അങ്ങനെ ഇത് എന്ത് ചെയ്തു, പുള്ളിക്കാരത്തി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നീട് കണ്ട ഈ ഇതിലിരിക്കുന്ന മുഴുവൻ പുസ്തകമാണ്. ഈ പുസ്തകം മുഴുവൻ പുള്ളിക്കാരത്തി അത് ഞങ്ങൾക്ക് മെയ്ക്ക് ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന് തരികയാണ്. അപ്പോൾ അത് ഒരു സ്ത്രീ സാന്നിധ്യം, അതായത് ആ ഫഹദിൻ്റെ കുടുംബവും എൻ്റെ അച്ചീവ്മെൻറ്റ്സിൽ ഭാഗമാവുകയാണ്. അങ്ങനെയാണ് ഇത്. പിന്നെ നമ്മൾ ലോകത്തിലെ പ്രമുഖമായിട്ടുള്ള വലിയ ലൈബ്രറികൾക്കൊക്കെ ഇതിൻ്റെ കോപ്പികൾ അയച്ചു കൊടുത്തു. അങ്ങനെ ഇതൊക്കെ വന്നപ്പോഴാണ് ലൈബ്രറികളിലൊക്കെ ഇത് എത്തിയതിനു ശേഷമാണ് എനിക്ക് ഹിന്ദു പത്രമാണ് എന്നെ കുറിച്ചിട്ട് ഗോഡ് ഓഫ് സ്മോൾ ബുക്സ് എന്നുള്ള ഒരു ടൈറ്റിൽ വാർത്ത വരുന്നത്. അതൊക്കെ ഒരു വലിയ എന്താ പറയുക, നമ്മുടെ ഒരു എഫർട്ടിന് കിട്ടുന്ന, ലോകത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരവും സന്തോഷം. SMS 101 കഥകൾ, 101 കവിതകൾ, 50-50 ഇവ കൂടാതെ ഏതൊക്കെ പുസ്തകങ്ങളാണ് സൗജന്യ വിതരണമായിട്ട് നൽകിയിട്ടുള്ളത്? ഞാൻ 2011 50-50 ചെയ്തത്. അതിനുശേഷം ഈ ഗിന്നസിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ ആധാർ എന്ന് പറയുന്ന ഈ പുസ്തകം ഇറക്കി. ഈ ആധാർ മിനിക്കഥകൾ. ഇത് ആധാറിന് കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇതൊരു പൊളിറ്റിക്കൽ സാധനമാണത്. ഈ പശുവിന് ആധാർ വേണമെന്നുള്ള ഒരു 2014-15 കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു. അപ്പോൾ എഴുതിയതാണ് പശുവിന് ആധാറും ID കാർഡുമായി. അധികം താമസിയാതെ ഇലക്ഷൻ വോട്ടർ പട്ടികയിലും പശു വരും. അതിനു മുമ്പ് അങ്ങ് രക്ഷിച്ചോളണമെന്ന് ദൈവത്തോട് പറയുന്നൊരു സെറ്റയറാണ് ഈ സാധനം. അപ്പോൾ ഞാൻ എൻ്റെ രചനകളിൽ ചെറുതും വലുതാണെങ്കിലൊക്കെ അതിലെൻ്റെ പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. എഴുത്തുകാരൻ എപ്പോഴും രാഷ്ട്രീയപരമായിട്ടൊക്കെ അവൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നട്ടല് ഉള്ള ഒരാൾക്കാണ് ഇപ്പോൾ എഴുത്തിലൊരു അതിൻ്റേതായൊരു ഇടവും നട്ടലിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുസ്തകം ഇറക്കി. ഇതൊരു 10,000-ഓളം കോപ്പികളൊക്കെ പോയി. അതിന് ശേഷമാണ് പിന്നീട് ഞാൻ 2023 ഹൈക്കു കഥകൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഇറക്കുന്നത്. ഇതിൻ്റെ 10,000 കോപ്പിയാണ് നമ്മൾ വിപണിയിൽ ഇറക്കിയത്. ഇത് 2023 ഈ പുസ്തകം ഏകദേശം 2 വർഷമാകുമ്പോഴേക്കും അതിലെ ഇനിയിപ്പോൾ ഒരു 500-1000 കോപ്പിയൊക്കെ ഇതിൻ്റെ ബാലൻസ് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ 2025 ആകുമ്പോഴേക്കും ഒന്നുകൂടി കെട്ടുമട്ടൊക്കെ മാറ്റാന്നുള്ള രീതിയിൽ എൻ്റെ നാടായ, ഞാൻ സത്താർ ആദൂരാണ്, ആദൂർ എന്ന പേരിൽ ആദൂർ കവിതകൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഇറക്കുന്നു. അത് ഫുള്ള് മൾട്ടി കളറാണ്, പക്കാ കളർഫുൾ. അതായത് പുതിയ കാലഘട്ടം ജെൻസിയും അതിൻ്റെ അപ്പുറത്ത് ആൽഫൊക്കെ കടന്നു വരികയാണ്. അപ്പം ഞാൻ ഈ സ്കൂളിൽ എന്താ പറയുക, LKG കുട്ടികൾ മുതലുള്ള സ്കൂളുകളിൽ പ്രോഗ്രാമിന് പോകുന്ന ഒരാളാണ്. അത് വലിയ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരുടെ വരെ പ്രോഗ്രാമിൽ പോയി ഏത് പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ഞാൻ ഇത് ഗിഫ്റ്റ് കൊടുക്കും. എൻ്റെ ഗിഫ്റ്റ് ഒരുപാട് ആളുകൾക്ക്, സമൂഹത്തിലെ വലിയ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ച ആളുകൾക്ക് വരെ കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ വളരെ ചെറിയ കുട്ടികൾ, കരയുന്ന കുട്ടിക്കൊക്കെ നമ്മൾ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ പുസ്തകം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വായനാ ദിനത്തിൽ ഇറക്കിയ ആദൂർ കവിതകളാണ്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തത് മേക്ക് ചെയ്യും. അതൊരു പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകണം. ഏകദേശം 18 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ സൗജന്യമായിട്ട് വിതരണം ചെയ്തിരുന്ന പുസ്തകങ്ങൾ അല്ല 1,00,000 കോപ്പിയിലേക്ക് എത്താൻ പോവാന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 2008 മിനിയേച്ചർ പുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അന്ന് എൻ്റെ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ചെറുപ്പക്കാരെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻ്റായി ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിൽ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഈ മലയാളക്കരയും അതുപോലെ പത്രമാധ്യമങ്ങളും സുഹൃത്തുക്കളും ഒക്കെ കൈ നീട്ടി എൻ്റെ പുസ്തകങ്ങൾ നിരന്തരമായിട്ട് സ്വീകരിച്ചത് കൊണ്ടും എന്നോട് നിരന്തരം ആളുകൾ അത് ആവശ്യപ്പെടുന്നത് കൊണ്ടുമാണ് ഞാനത് തുടർന്നത്.
അപ്പോൾ തുടരുമ്പോൾ എനിക്ക് ഒരു 10,000 കോപ്പി വരെ എത്തിക്കാനുണ്ടായിരുന്നു. അത് 2014 അത് സാധിച്ചു. പിന്നെ ഗിന്നസ് എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആധാർ മിനിക്കഥകൾ ഇറക്കി. അപ്പോൾ ഒരു 25,000 കോപ്പിയായി. 25,000 കോപ്പിയായപ്പോൾ ഇനിയിപ്പോൾ ഇതിവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് വീണ്ടും എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഹൈക്കു കഥകൾ 2023 അത് പിന്നെ വളരെ വേഗം പോകുന്ന സാഹചര്യം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഹൈക്കു കഥകൾ 10,000 കോപ്പിയും ഇപ്പോൾ ആദൂർ കവിതകൾ 15,000 കോപ്പി ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ എൻ്റെ ഇതിൽ ഒരു കുറച്ച് എല്ലാം കൂടിയിട്ട് ഒരു 12,000 പുസ്തകം ഉണ്ടാവില്ല, ഏകദേശം ഒരു 10,48,000 കോപ്പിയിലേക്ക് എത്തുകയാണ് സൗജന്യ പുസ്തകം. തീർച്ചയായിട്ടും ഈ 2026 അവസാനിക്കുന്നതോടുകൂടി 1,00,000 കോപ്പി എന്നുള്ള ഇതിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തീരും. അപ്പോൾ പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ 1,00,000 ആയപ്പോൾ പിന്നെ പലരും പറഞ്ഞു ഒരു 18 കൊല്ലമായില്ലേ, 25 വർഷത്തിൻ്റെ ഉള്ളിൽ 1,00,000 കോപ്പി സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരിത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു 50,000 പുസ്തകങ്ങൾ കൂടി ചെയ്ത് വേറെ പുസ്തകങ്ങൾ ഇറക്കണം. ഇപ്പോൾ ഇത് 1,00,000 എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഇതിലെന്നെ സഹായിക്കുന്ന ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പുസ്തകമൊക്കെ എത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ ഇപ്പോൾ പുസ്തകം കൂട്ടി യോജിപ്പിക്കുന്നതൊക്കെ മക്കളാണ്, ഈ നാട്ടിലെ കുട്ടികളൊക്കെ കൂടിയിട്ട് അവർ ഓരോ ലീഫായിട്ട്, ഇതൊക്കെ ഒരു A4 ഷീറ്റാണ്, ഒരു 24 പേജൊക്കെയാണ് വരിക, ഒരു ലീഫാണ് വരിക, അത് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടൊക്കെ തരുന്നത് രജീഷാണ്, പുല്ലിയന്നൂരുള്ള രജീഷ്. പുള്ളി മിനിയേച്ചർ ചർക്കയുടെ ആ സ്പെഷ്യലിസ്റ്റാണ്, മനോഹരമായി മേക്ക് ചെയ്ത് നൽകുന്നു. ഇത് നമ്മളിങ്ങനെ വ്യാപകമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇതുകൊണ്ട് എൻ്റെ പുസ്തകങ്ങൾ ആരും തിരസ്കരിക്കുന്നില്ല. ഇത് കിട്ടിയത് എന്താണ് എന്ന് ചോദിക്കുന്നില്ല. എല്ലാവർക്കും കണ്ടൻസ് ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ഞാനിത് സൗജന്യമായി കൊടുക്കുമ്പോൾ ഞാനിതിൽ കാണുന്നത് ഇത് കിട്ടുന്നവരൊക്കെ ഒരു സ്റ്റാറ്റസ് എങ്കിലും ഇടും, അല്ലെങ്കിൽ FB എഴുതും, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പങ്കുവെക്കും. അത് എനിക്കൊരു ഗുണമാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷമാണത്. എല്ലാവരും അത് ഷെയർ ചെയ്യുന്നു. താങ്കളുടെ മിനിയേച്ചർ ബുക്കുകളൊക്കെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വരെ വായിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവരുടെ കൈകളിൽ എത്തിയിട്ടുള്ള അനുഭവം എങ്ങനെയാണ്? അപ്പോൾ കണ്ണൂർ വെച്ചിട്ട് ഒരു ഫംഗ്ഷന് ആണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നത്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പുസ്തകം കൊടുത്തു. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ഇപ്പോൾ കേരള ഇതിലെ മിനിസ്ട്രിയിലുള്ള ഒരുവിധ എല്ലാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അങ്ങനെ സ്പീക്കറടക്കമുള്ള ഒരുവിധ എല്ലാ ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന് എൻ്റെ എല്ലാ പുസ്തകങ്ങളും കൊടുത്തിട്ടുണ്ട്. KC വേണുഗോപാൽ സാറിന് കൊടുത്തിട്ടുണ്ട്, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, ഇപ്പോൾ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് നമ്മളുടെ അരുന്ധതി റോയുടെ കയ്യിൽ എൻ്റെ പുസ്തകം എത്തിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ ഇങ്ങനെ, പക്ഷേ ഈ കിട്ടുന്ന എല്ലാ ആളുകളും വളരെ താല്പര്യപൂർവ്വം അതിനെ നോക്കിക്കാണുന്നുണ്ട്. സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ മുഴുവൻ ആളുകൾ അവരെന്നെ കണ്ടാൽ പോലും അറിയുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു പുസ്തകം കൊടുത്തിട്ട് പിന്നീട് അടുത്ത പുസ്തകം കൊടുക്കുമ്പോൾ ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ VD സതീശനും അതുപോലെ തന്നെ ചെന്നിത്തലൊക്കെ എന്നോട് ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒരു, പിന്നെ ഇതിപ്പോൾ വലിയ പുസ്തകം പോലെ നമുക്കിത് കൊണ്ടിടക്കാൻ പ്രയാസമൊന്നുമില്ല. എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടാവും ഒരു 10 പുസ്തകം. അപ്പോൾ അങ്ങനെ അത് സാധിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ നമ്മളെ ഒരു നോട്ടത്തിൽ അവർക്ക് മനസ്സിലാവുന്ന എനിക്കൊരു ID നൽകുന്നത് ഈ ബുക്കാണ്.